വടകര മേപ്പയിലാണ് ദീപലേഖയുടെ വീട്. നമുക്കറിയാം, അവരുടെ ഭർത്താവിനെയൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇന്ന് ഞങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട്. വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. ഈ സംഭവം ഒഴിവാക്കാമായിരുന്നൊരു സംഭവമായിരുന്നു. അവരെ മാനസികമായി തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സർക്കാർ സ്പോൺസേഡ് മർഡറായി മാറുന്നതിന് തുല്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ പൊതുവെ മുഖ്യമന്ത്രിയും UDF സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാന്നാണ് സംസ്ഥാന കൂടിയായ OJ ദിനേശ് ദിവസം പറഞ്ഞു. പക്ഷേ ഈ അറസ്റ്റായ ദിവസം അദ്ദേഹത്തെ പുറത്താക്കിയത് പറഞ്ഞുകൊണ്ട് അവരുടെ റിലീസ്, യൂത്ത് കോൺഗ്രസിന്റെ റിലീസ് വന്നിട്ടുണ്ട്. കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം. അത് ഏത് സർക്കാരായാലും അത് സ്വീകരിച്ചു പോകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം LDF സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോയിട്ടുണ്ട്. അന്ന് ഇത്രത്തോളം പ്രചരണ പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല. അന്നും പദ്ധതി ഉണ്ടായിരുന്നു, നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ ഡേറ്റകൾ എടുത്ത് പരിശോധിച്ചാൽ, എണ്ണം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ഗവൺമെൻറ് എടുക്കുന്ന മയക്കുമരുന്നിനുള്ള നിലപാടിന് എല്ലാ പിന്തുണയും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സർക്കാർ ജീവനക്കാരെ 2 തട്ടിലാക്കി ചിലരെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തൂഫാൻ വിഷയത്തിലും കോൺഗ്രസുമായി ബന്ധമുള്ളവർക്ക് പ്രത്യേക നിലപാടും അല്ലാത്തവർക്ക് പ്രത്യേക നിലപാടുമാണോ എന്ന് പൊതുവെ പരിശോധിക്കപ്പെടണം. നിഷ്പക്ഷമായ നിലപാട് ഇതിലൊക്കെ തന്നെ സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. നിഷ്പക്ഷ സമീപനം സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. ഇതിൽ വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വിഷയം ചൂണ്ടിക്കാണിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതിനെ ആകെ ഇല്ലാതാക്കാനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വിവാദത്തെ തമസ്കരിക്കാനും അജണ്ടയെ വഴിമാറ്റാനും മറ്റു പല കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന രീതി തെറ്റാണ്. വിമർശനം സ്വാഭാവികമായിട്ടുണ്ടാകും. അതിന് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്ന നിലപാട് നമുക്കറിയാം. ന്യൂസ് ക്ലിക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ 2014 മുതൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം മാധ്യമ പ്രവർത്തകരെ, മാധ്യമ സ്ഥാപനങ്ങളെ, ഗവൺമെൻറ്റിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നറിയാം. ഇന്ത്യയിൽ മാധ്യമങ്ങളോട് അങ്ങനെ പകയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് കഴിഞ്ഞ 10 കൊല്ലമാണ്, LDF സർക്കാരിൻ്റെ ഭരണകാലത്താണ്. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളെ വലിയ നിലയിൽ ആക്രമിക്കുന്നു. ഇവിടെ മഞ്ഞില വീണാൽ പച്ചില ചിരിക്കേണ്ടതില്ല, നാളെ പച്ചിലയും വീഴേണ്ടി വരും. അപ്പോൾ മെട്ടെ ഉപയോഗിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത് ഭീരുത്വമാണ്. കേരള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീരുവായി VD സതീശൻ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കാണാൻ പറ്റും.